Good morning students. Today we are going to start with the topic Market Fed, Kerala State Cooperative Marketing Federation. കേരളത്തിലെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിലെ ഒരു അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാർക്കറ്റ് ഫെഡ് എന്ന് പറയുന്നത്. 1942 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കോഴിക്കോടായിരുന്നു അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1958 ഗവൺമെൻറ് അത് പാർട്ടീഷൻ ചെയ്തു. അതിനെ സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ആയിട്ട് ചേഞ്ച് ചെയ്യാണ് ഉണ്ടായത്. 1960s ബൈലോ മാർക്കറ്റ് ഫെഡിൻ്റെ ബൈലോ ചേഞ്ച് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പേര് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നാക്കി മാറ്റി. അതുപോലെ തന്നെ കോഴിക്കോട് ഉണ്ടായിരുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് അത് കൊച്ചിയിലേക്ക് മാറ്റുകയും ചെയ്തു. 1960 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്തത്. ദെൻ ഈ മാർക്കറ്റ് ഫെഡിൻ്റെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റേറ്റിലെ, അതായത് കേരളത്തിലെ എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇതല്ലാതെ മറ്റ് ചില ഫങ്ഷൻസും കൂടി മാർക്കറ്റ് ഫെഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. Market the products of members and member societies throughout India and outside. ഇന്ത്യക്കകത്തും പുറത്തും മെമ്പേഴ്സിൻ്റെയും അതുപോലെ തന്നെ സൊസൈറ്റീസിൻ്റെയും എല്ലാ പ്രൊഡക്ട്സും മാർക്കറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ഫെഡ് സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് 125 പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ഫണ്ടുകളൊക്കെ മൊബിലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഈ പ്രൊഡക്റ്റൊക്കെ കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോഡൗൺ ആവശ്യമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഗോഡൗൺ കൺസ്ട്രക്റ്റ് ചെയ്യാനും ഈ പ്രൊഡക്ട്സിനെ ഗ്രേഡ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതിൽ മാർക്കറ്റ് ഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോക്കനട്ട് ഓയിൽ ഉണ്ട്. അതിൻ്റെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് കാരജം എന്നാണ് അതിൻ്റെ ബ്രാൻഡ് നെയിമായിട്ട് അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് മാർക്കറ്റ് ഫെഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് മെമ്പേഴ്സിന്, ഈ സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിന് പ്രൊഡ്യൂസ് ലോൺസൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻറ്റ് എന്ന നിലയിൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് നമ്മളുടെ സ്റ്റേറ്റിലെ കേരളത്തിലെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ എല്ലാ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെയും ഒരു എപെക്സ് ഓർഗനൈസേഷനാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ എപെക്സ് ഓർഗനൈസേഷൻ എന്ന നിലയിലുള്ള എല്ലാ ഒഫീഷ്യൽ ഒബ്ലിഗേഷൻസും മാർക്കറ്റ് ഫെഡ് പെർഫോം ചെയ്യുന്നുണ്ട്. ഇത്രയാണ് മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസായിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, പ്രൈമറി സൊസൈറ്റീസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഈ ഫെഡറേഷൻ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കൂടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ മാർക്കറ്റ് ഫെഡ് മൊണോപ്പൊളി ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽഡാണ് കാഷ്യനട്ട് പ്രൊക്യൂർ ചെയ്യുക, അത് കളക്ട് ചെയ്യുക, മാത്രമല്ല അതിൻ്റെ പ്രോസസ്സിങ്ങും കൂടെ ചെയ്യുന്നുണ്ട്. അതിൽ മൊണോപ്പൊളി നേടിയിട്ടുള്ളത് മാർക്കറ്റ് ഫെഡാണ്. അതുപോലെ തന്നെയാണ് കൊപ്ര പ്രൊക്യൂർമെൻറ്റും അതിൻ്റെ പ്രോസസ്സിങ്ങും കൂടി ഈ മാർക്കറ്റ് ഫെഡ് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റ് ഫെഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ എല്ലാ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെയും ഒരു എപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാർക്കറ്റ് ഫെഡ് എന്ന് പറയുന്നത്. 1942 അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് കോഴിക്കോടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് 1960 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കോഴിക്കോട് നിന്നും കൊച്ചിയിലേക്ക് മാറ്റാനുണ്ടായത്. ദെൻ അതിൻ്റെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഫസ്റ്റ് ഫങ്ഷനായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും, എല്ലാ തരത്തിലുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും മാർക്കറ്റ് ഫെഡ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ മെമ്പേഴ്സിൻ്റെയും അതുപോലെ തന്നെ മെമ്പർ സൊസൈറ്റീസിൻ്റെയും അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ ഇന്ത്യക്കകത്തും പുറത്തും മാർക്കറ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. 125 പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസാണ് മാർക്കറ്റ് ഫെഡിൻ്റെ കീഴിലുള്ളത്. ഇതിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് പ്രൊഡക്റ്റൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഗോഡൗൺ കൺസ്ട്രക്റ്റ് ചെയ്യുക, അതുപോലെ പ്രൊഡക്റ്റുകളിനൊക്കെ ഗ്രേഡിങ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതിൽ മാർക്കറ്റ് ഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോക്കനട്ട് ഓയിൽ ഉണ്ട്. അതിൻ്റെ ബ്രാൻഡ് നെയിം കാരജം എന്നുള്ളതാണ്.
ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള അവർക്ക് പ്രൊഡക്ഷൻ ചെയ്യാനൊക്കെ ആയിട്ട് ആവശ്യമായിട്ടുള്ള പ്രൊഡ്യൂസ് ലോൺസ് കൊടുക്കുന്നുണ്ട്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഏജൻറ്റ് എന്ന നിലയിൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് കേരളത്തിലെ എല്ലാ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെയും എപ്പെക്സ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു എപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ഒഫീഷ്യൽ ഒബ്ലിഗേഷൻസും പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അതിൽ മാർക്കറ്റ് ഫെഡ് മൊണോപ്പൊളി നേടിയിട്ടുള്ളൊരു ഫീൽഡാണ് കോക്കനട്ട് പ്രൊക്യൂർമെൻറ്റും അതിൻ്റെ പ്രോസസ്സിങ്ങും. അതുപോലെ തന്നെ മാർക്കറ്റ് ഫെഡ് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് കൊപ്ര, അതിൻ്റെ പ്രൊക്യൂർമെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സിങ്ങും. ദെൻ നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ ഒരു മാനേജ്മെൻറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ജനറൽ ബോഡി ഉണ്ടായിരിക്കും. അതിലത്തെ എല്ലാ മെമ്പർ സൊസൈറ്റീസും എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും MD ഒക്കെയാണ് അതിൽ വരുന്നത്. അതിൽ ഡയറക്ടർ ബോർഡിൽ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നോമിനീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ MD. ഇത്രയാണ് നമുക്കതിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റി പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. നമ്മളതിനെ പറയുന്നത് NAFED എന്നാണ്. NAFED, നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ്. അതിൽ നമ്മളുടെ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, ഇന്ത്യയിലുള്ള കോപ്പറേറ്റീവ് മാർക്കറ്റിങ്ങിനെ ഫോസ്റ്റർ ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും അതിനെ നല്ല അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളിലൊക്കെ ഈ FADക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. 1958 അത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ന്യൂഡൽഹി. ഡൽഹിയിലാണ്. 1958. പിന്നെ നമുക്കതിൽ പറയാൻ പറ്റുന്നത് അതൊരു കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സെറ്റപ്പിൽ ഒരു കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ, അതായത് ഇൻറ്റേർണൽ ട്രേഡും എക്സ്പോർട്ടും ഒക്കെ ചെയ്യുന്ന ഒരു കോർഡിനേറ്റർ എന്ന നിലയിലാണ് മെയിനായിട്ട് അത് ഫങ്ഷൻ ചെയ്യുന്നത്. ദെൻ അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ 1958 അത് നിലവിൽ വന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ദെൻ നമ്മുടെ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഇന്ത്യയിലുള്ള നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നാണ്. അപ്പോൾ തന്നെ നാഷണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഇന്ത്യയിലുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ അതിനെ ഫോസ്റ്റർ ചെയ്യാനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് തന്നെയാണ് അതിനുള്ളത്. 1958 നിലവിൽ വന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലായിരുന്നു. ദെൻ ഇൻറ്റേർണൽ ട്രേഡിനും എക്സ്റ്റേണൽ ട്രേഡിനും അതിൻ്റെയൊക്കെ ഒരു കോർഡിനേറ്റർ ആയിട്ടാണ് മെയിനായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് NAFEയുടെ മെയിൻ ഫങ്ഷൻസും അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് ടെക്സ്റ്റിൽ പാരഗ്രാഫ് വൈസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഓരോ പോയിൻ്റായിട്ട് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് NAFED. അതിൻ്റെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അതിൻ്റെ ബ്രാഞ്ചസും അതുപോലെ തന്നെ പ്രൈമറി ലെവൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസൊക്കെ ഉണ്ട്. അത് ഈ ബ്രാഞ്ചസൊക്കെ വഴി പ്രൊക്യൂർമെൻറ്റ്, സ്റ്റോറേജ്, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെയും അതുപോലെ എനിമൽ ഹസ്ബൻഡറി പ്രൊഡക്റ്റിൻ്റെയും ഒക്കെ കളക്ഷനും അതിൻ്റെ സ്റ്റോറേജും അതിൻ്റെ മാർക്കറ്റിങ്ങും പ്രോസസ്സിങ്ങും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ള ഫങ്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറയുന്നത് NAFED അതിൻ്റെ ബ്രാഞ്ചസും അതിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെയും എനിമൽ ഹസ്ബൻഡറി പ്രൊഡക്റ്റിൻ്റെയും പ്രൊക്യൂർമെൻറ്റും അതിൻ്റെ പ്രോസസ്സിങ്, മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ദെൻ സെക്കൻഡ് ഫങ്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്
പ്രൊഡ്യൂസേഴ്സിൻ്റെയും പ്രൊഡ്യൂസേഴ്സിനെയും വേണം, കൺസ്യൂമേഴ്സിനെയും അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് NAFED പെർഫോം ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡ് പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത്. ദെൻ തേർഡ് വൺ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻറ്റ് എന്ന നിലയിൽ NAFED അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിൻ്റെ പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എസെൻഷ്യൽ കമ്മോഡിറ്റീസൊക്കെ ഇഫക്റ്റീവായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് വഴി സപ്ലൈ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഫങ്ഷനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ പ്രോസസ്സിങ് യൂണിറ്റുകൾ സെറ്റപ്പ് ചെയ്യാനും. അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ആകുമ്പോൾ നമുക്കറിയാം അത് പെരിഷബിളാണ്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കോൾഡ് സ്റ്റോറേജുകളുടെ ആവശ്യമുണ്ട്, ഗോഡൗൺസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കോൾഡ് സ്റ്റോറേജുകളും ഗോഡൗൺസൊക്കെ NCDCയുടെ സഹായത്തോടു കൂടിയിട്ട് സെറ്റപ്പ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, അതായത് നമ്മളുടെ പല സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷനിൽ നിന്നും നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്ന അവിടെ നിന്നും കളക്ട് ചെയ്യുന്ന അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസിൻ്റെ എക്സ്പോർട്ട് ചെയ്യുക. അതൊരു ഗവൺമെൻറ്റിൻ്റെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി ആയിട്ടാണ് NAFED ഫങ്ഷൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഷറീസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, കൊപ്ര ക്രഷേഴ്സ്, ടീ, കോഫി അതുപോലെയുള്ള കാര്യങ്ങളിൽ അങ്ങനെയൊക്കെ അപ്പെക്സ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഫിഷറീസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, കൊപ്ര ക്രഷേഴ്സ്, ടീ, കോഫി അതുപോലെയുള്ള അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസിൻ്റെ എക്സ്പോർട്ടിനൊക്കെ സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് അതിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റീസിന് ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരാം. അതായത് ചിലപ്പോൾ അതിൻ്റെ സൊസൈറ്റീസിൻ്റെ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് കളക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റലേഷൻ, ഒരു പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ നടത്തിപ്പ്, മാർക്കറ്റിംഗ് ഇൻ്റലിജൻസ്, പ്രൊഡക്റ്റിനെ ഗ്രേഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസൊക്കെ വരുമ്പോൾ അതിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ ഗൈഡൻസും സപ്പോർട്ടും കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ കോപ്പറേറ്റീവ് ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യുക. അതാണ് NAFED നെക്സ്റ്റ് ഫങ്ഷനായിട്ട് നമ്മൾ പറയുന്നത്. അതിനായിട്ട് അവർ ചിലപ്പോൾ സ്പെഷ്യൽ സെല്ലുകളൊക്കെ രൂപീകരിക്കാറുണ്ട്. ഈ ട്രൈബൽ ഏരിയാസിലൊക്കെ ഉള്ള കോപ്പറേറ്റീവ്സിന് ടെക്നിക്കൽ ഗൈഡൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പെഷ്യൽ സെല്ലുകളൊക്കെ രൂപീകരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഒരു ഹൈ ലെവൽ കമ്മിറ്റീനെ തന്നെ ഈ റീസെൻ്റായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിലെ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെ ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും ഗൈഡൻസും ഡയറക്ഷൻസൊക്കെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹൈ ലെവൽ കമ്മിറ്റീനെ രൂപീകരിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഇൻറ്റേർണൽ ട്രേഡിനും എക്സ്പോർട്ട്, അതുപോലെ തന്നെ റീജിയണൽ ഇംബാലൻസ്, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് റീജിയണൽ ഇംബാലൻസ്. അതുപോലെ തന്നെ സ്റ്റോറേജിൻ്റെ എക്സ്പാൻഷൻ, പ്രോസസ്സിങ്, ട്രെയിനിങ് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് NAFED എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് പോയിൻറ്റ്സ് ആയിട്ട് തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക NAFED അതിൻ്റെ പല ബ്രാഞ്ചുകളും അതുപോലെ തന്നെ അതിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസും ഒക്കെ ഉണ്ട്. അതുവഴി അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സും എനിമൽ ഹസ്ബൻഡറി പ്രൊഡക്ട്സും ഒക്കെ അവർ പ്രൊക്യൂർ ചെയ്യും. അതായത് പ്രൊക്യൂർ ചെയ്യുക മീൻസ് അത് കളക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിനെ സ്റ്റോർ ചെയ്യണു, മാർക്കറ്റ് ചെയ്യണു, പ്രോസസ്സ് ചെയ്യേണ്ട സാധനങ്ങളാണെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് പ്രൊഡ്യൂസേഴ്സിൻ്റെയും കൺസ്യൂമേഴ്സിൻ്റെയും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് NAFED ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻറ്റ് എന്ന നിലയിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്യാനും അതുപോലെ തന്നെ എസെൻഷ്യൽ കമ്മോഡിറ്റീസൊക്കെ ഇഫക്റ്റീവായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് വഴി സപ്ലൈ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റ്, കോൾഡ് സ്റ്റോറേജ്, അതുപോലെ തന്നെ ഗോഡൗൺസ്, ഇതൊക്കെ NCDCയുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസോട് കൂടി സെറ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നു.
ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് വേരിയസ് സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻസിൽ നിന്നും കളക്ട് ചെയ്യുന്ന അഗ്രികൾച്ചറൽ കമോഡിറ്റീസിൻ്റെ എക്സ്പോർട്ടിങ്ങിന് ഒരു ഗവൺമെൻറ്റിൻ്റെ സഹായിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു എപ്പെക്സ് ഏജൻസി ആണ് NAFED എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അഗ്രികൾച്ചറൽ കമോഡിറ്റീസിൻ്റെ എക്സ്പോർട്ടിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഫിഷറീസിനും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, കൊപ്ര ക്രഷേഴ്സ്, ടീ, കോഫി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള എക്സ്പോർട്ടിന് സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് NAFEDയിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് റൺ ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇത് സൊസൈറ്റീസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫണ്ടിനെ റിലേറ്റ് ചെയ്ത് വരാം, അതിൻ്റെ ഇൻസ്റ്റലേഷൻ, ഒരു പ്രോസസ്സിങ് യൂണിറ്റ് നടത്തി കൊണ്ടുപോവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് ഓവർകം ചെയ്യാനായിട്ടുള്ള പ്രൊമോഷണൽ സപ്പോർട്ടുകളും ഗൈഡൻസും ടെക്നിക്കൽ സപ്പോർട്ടും ഒക്കെ NAFED പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് കിടക്കുന്ന ഏരിയാസിൽ ഓപ്പറേഷൻസ് ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യുക, അതിന് സഹായിക്കുന്ന തരത്തിലുള്ള സ്പെഷ്യൽ സെല്ലുകൾ രൂപീകരിക്കുക. അപ്പോൾ ഈ ട്രൈബൽ ഏരിയാസിലൊക്കെ ഫങ്ഷൻ ചെയ്യുന്ന കോപ്പറേറ്റീവ്സിൻ്റെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടെക്നിക്കൽ ഗൈഡൻസ് ഒക്കെ ഈ സ്പെഷ്യൽ സെൽസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെ, നമ്മളുടെ രാജ്യത്തിലെ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹൈ ലെവൽ കമ്മിറ്റികൾ രൂപീകരിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഇൻറ്റേർണൽ ട്രേഡിനും എക്സ്റ്റേണൽ ട്രേഡ്, അതുപോലെ തന്നെ റീജിയണലി എക്സിസ്റ്റ് ചെയ്യുന്ന പല ഇംബാലൻസുകളുണ്ട്, സ്റ്റോറേജ്, പ്രോസസ്സിങ്, അങ്ങനത്തെയൊക്കെ അതിൻ്റെയൊക്കെ എക്സ്പാൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തെടുക്കുക, ഇൻറ്റേർണൽ ട്രേഡും എക്സ്പോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ NAFED ഒരുപാട് ആക്ടിവിറ്റീസും പെർഫോമൻസും ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. NAFEDയുടെ മാനേജ്മെൻറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അതിൽ സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ്റെയും അതുപോലുള്ള മറ്റ് മെമ്പർ സൊസൈറ്റീസിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും. അതുപോലെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ 3 റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും. NCDC, NCUI, NCCF, ഭാരത് കൃഷക് സമാജ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇവരുടെയൊക്കെ അവരിൽ നിന്നൊക്കെ ഓരോ റെപ്രസെൻറ്റേറ്റീവ്സും അടങ്ങുന്നതാണ് അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് SC/ST സൊസൈറ്റീസിനെ പറ്റിയിട്ടാണ്. SC/ST സൊസൈറ്റീസ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതാണ് SC/ST എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ രാജ്യം ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെല്ലാ കാര്യത്തിലും ഡൈവേഴ്സിഫൈഡ് ആണ്. നാനാത്വത്തിൽ ഏകത്വം, അത് അങ്ങനെയാണ് നമ്മൾ പറയുന്നത് തന്നെ. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അങ്ങനെയാണ് നമ്മൾ പറയുക. അതായത് ഓരോ സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ്, അതുപോലെ തന്നെ അവരുടെ കൾച്ചർ, അവരുടെ ക്ലോത്ത്സ്, ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. എന്നാൽ പോലും അതിൽ നമുക്കൊരു യൂണിറ്റി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമുണ്ട്. അതാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എല്ലാ സ്റ്റേറ്റിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിൽ പാവപ്പെട്ടവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പണക്കാരുണ്ടായിരിക്കാം, അങ്ങനെ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ ചില കാറ്റഗറീസിന് നമ്മൾ സ്പെഷ്യൽ പ്രിവിലേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ, അതായത് നമ്മളുടെ സൊസൈറ്റിയിൽ ഏറ്റവും ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ആളുകളിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവർക്ക് ഒരുപാട് സ്പെഷ്യൽ പ്രിവിലേജസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബേസിസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഹ്യൂമാനിറ്റി, ബ്രദർഹുഡ്, മനുഷ്യത്വം, അതുപോലെ തന്നെ സാഹോദര്യം, ഇതിൻ്റെ ബേസിസിലാണ് മറ്റുള്ളവരെ, അതായത് താഴേക്കിടയിൽ കിടക്കുന്നവരെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മളുടെ ഒപ്പം എത്തിക്കാൻ വേണ്ടി അതിനു വേണ്ടിയാണ് ഗവൺമെൻറ് ഇങ്ങനെ സ്പെഷ്യൽ പ്രിവിലേജസൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പോൾ അവരുടെ എല്ലാ തരത്തിലും സോഷ്യലി, അതുപോലെ ഇക്കണോമിക്കലി, പൊളിറ്റിക്കലി ഒക്കെ, കൾച്ചർ വൈസ് ഒക്കെ നമുക്ക് അവരെ എന്ത് ചെയ്യണം, അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 341 അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും ഒരുപാട് സ്പെഷ്യൽ പ്രിവിലേജസ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേരളത്തിൽ 38 lakh പീപ്പിൾ, 38 ലക്ഷത്തോളം ആളുകൾ SC/ST കാറ്റഗറിയിൽ പെടുന്നതാണ്. ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13% ആണ് ഈ 38 lakh എന്ന് പറയുന്നത്. അപ്പോൾ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് വെച്ചാൽ ഷെഡ്യൂൾഡ് ട്രൈബ്സും ഉണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റും ഉണ്ട്. അതിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത് 1.2% ഉള്ളൂ പോപ്പുലേഷൻ്റെ. അതും മെയിനായിട്ടും അവർ ഈ ഫോറസ്റ്റ് ഏരിയാസിലും കുന്ന്, മലകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അവർ റിസൈഡ് ചെയ്യുന്നത്. ഈ SC/ST ആളുകളുടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു 82% ആളുകളും ബിലോ പോവർട്ടി ലൈനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ സ്പെഷ്യൽ പ്രിവിലേജസ് ഒക്കെ കൊണ്ടുവരുന്നത്. അവരുടെയും കൂടെ എന്താ പറയുക, പുരോഗതിയിലേക്ക് കൊണ്ടുവരണം, എല്ലാ തരത്തിലുള്ള പുരോഗതിയിലേക്ക് അവരെ കൊണ്ടുവരണം. അത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും കൾച്ചർ വൈസ് ആണെങ്കിലും ഒക്കെ നമ്മൾ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ പ്രിവിലേജസ് ഒക്കെ കൊടുക്കുന്നത്. ഇനി ഇന്ത്യയുടെ നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ഗവൺമെൻറ് അവർക്ക് വേണ്ടിയിട്ട് ഈ SC/ST കാറ്റഗറീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ പല സ്കീംസും അത്ര സക്സസ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അവരങ്ങനെ എപ്പോഴും ഇപ്പോൾ നോക്കുകയാണെങ്കിലും താഴേക്കിടയിൽ തന്നെ ഇത്രയധികം പ്രിവിലേജസും സ്കീംസൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോഴും കുറേ പേര് അങ്ങനെ തന്നെയാണ്, ബാക്ക്വേർഡായിട്ട് തന്നെയാണ് അവർ നിലനിൽക്കുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാം എന്നുള്ള നിലയിൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എന്ത് ചെയ്തു, ഒരു കോപ്പറേറ്റീവ് സ്ട്രീം ഗവൺമെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷനോടുകൂടി അവരുടെ ഒരു കോപ്പറേറ്റീവ് സ്ട്രീം കൊണ്ടുവരികയാണ് ചെയ്തത്. 1965 വരെ SC/ST കോപ്പറേറ്റീവ്സൊക്കെ ഡയറക്ടർ ഓഫ് ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ 1966 അത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്തു. കാരണം അതിൻ്റെ പെർഫോമൻസും അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടും അത്ര വലിയ കാര്യമായിട്ടുള്ളൊരു പ്രോഗ്രസ്സൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് കോപ്പറേറ്റീവ്സിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ പുതിയതായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് 2 ടയർ സിസ്റ്റത്തിലാണ് അവരെ സെറ്റ് ചെയ്തത്. അതിൽ ഏറ്റവും ബോട്ടം ലെവലിൽ പ്രൈമറി സൊസൈറ്റീസും അതുപോലെ തന്നെ എപ്പെക്സ് ലെവലിൽ സ്റ്റേറ്റ് ഫെഡറേഷനുമാണ് ഉള്ളത്. SC/ST സൊസൈറ്റീസിൽ പെർഫോമൻസൊക്കെ 1998 വരെയൊക്കെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പോളിസികളിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അതുപോലെ തന്നെ അത് ഈ സ്കീംസൊക്കെ, പ്രോഗ്രാംസും സ്കീംസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഓഫീസ് ബെയറേഴ്സ് അവരുടെ പുവർ പെർഫോമൻസ്, അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ റിസോഴ്സ് ആണെങ്കിലും അവർക്ക് കൊടുക്കേണ്ട ഫണ്ടുകളൊന്നും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അലോക്കേഷൻ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ഒക്കെ വളരെ മോശം രീതിയിലായിരുന്നു, വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാരണങ്ങൾ കൊണ്ട് ഈ SC/ST കോപ്പറേറ്റീവ്സിനെ അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയില്ല. അപ്പം ലാർജസ്റ്റ് നമ്പർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കോപ്പറേറ്റീവ്സ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കോപ്പറേറ്റീവ്സ്, അതായത് SC കോപ്പറേറ്റീവ്സ് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലുള്ളത് തിരുവനന്തപുരത്താണ്. അപ്പോൾ അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ST സൊസൈറ്റീസ് കോപ്പറേറ്റീവ്സ് ഏറ്റവും കൂടുതലുള്ളത് വയനാട് ഡിസ്ട്രിക്റ്റിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഫോറസ്റ്റ് ഏരിയാസിലൊക്കെയാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് അധികം റിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വയനാട് ഡിസ്ട്രിക്റ്റിലാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇതിന് പുറമെ ഈ പ്രൈമറി കോപ്പറേറ്റീവ്സൊക്കെ ദർ ഈസ് നോ വൺ എപ്പെക്സ് ഫെഡറേഷൻ, അതായത് തിരുവനന്തപുരത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു എപ്പെക്സ് ഫെഡറേഷനൊന്നും ഉണ്ടായിരുന്നില്ല. ദെൻ ഫെഡറേഷൻ ഫോം ചെയ്തത് 1981 അവിടെ ഒരു ഫെഡറേഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതാണ് SC/ST സൊസൈറ്റീസിൻ്റെ ഒരു ഹിസ്റ്ററി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ദെൻ ഇനി അതിൻ്റെ ഫങ്ഷൻസ് ആണ്, അതായത് എങ്ങനെയാണ് SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രൂപീകരണം കാര്യങ്ങളൊക്കെയാണ് ഇനി പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് SC&ST പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ ഈ സൊസൈറ്റീസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഏതായിരിക്കണം എന്ന് പറയുന്നതിൽ അതിലൊരു യുനാനിമിറ്റി ഉണ്ടായിരുന്നില്ല, മീൻസ് ഒരു ഏകാഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ചിലപ്പോൾ ഒരു വില്ലേജ് ആയിരിക്കാം, അല്ലെങ്കിൽ വില്ലേജിൻ്റെ ഒരു ഭാഗമായിരിക്കാം, അങ്ങനെ പലതരത്തിലാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സാധാരണ ഈ ഒരു സൊസൈറ്റീസ് രൂപീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിച്ചിരുന്നത്. അപ്പോൾ അതിലൊരു ജനറൽ റൂൾ ഉണ്ട്, അതായത് ഇപ്പോൾ 500 ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഫാമിലീസോ റിസൈഡ് ചെയ്യുന്ന താമസിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ ഒരു സൊസൈറ്റി എങ്കിലും വേണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്, ഒരു ജനറൽ റൂൾ അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ മെമ്പർഷിപ്പ് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കാണ് അതിൻ്റെ മെമ്പർഷിപ്പ് കിട്ടുക. കാരണം ഈ സൊസൈറ്റിയുടെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഈ കാറ്റഗറിയിലുള്ള ആളുകളുടെ വെൽഫെയർ ആണ്. അതുകൊണ്ട് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് മാത്രമാണ് അതിൻ്റെ മെമ്പർഷിപ്പ് കിട്ടുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ പ്രൈമറി സൊസൈറ്റീസിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ പറ്റിയിട്ടാണ്. എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയുന്നത് SC/ST കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള സ്കീംസും പ്രോഗ്രാംസും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഫങ്ഷനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ നേറ്റീവ് ഒക്യുപ്പേഷൻ ഉണ്ടായിരിക്കും, ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവും അല്ലേ, അവർ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തൊഴിലുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ അസിസ്റ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത്, ഇപ്പോൾ പുതിയ എന്തെങ്കിലും വെഞ്ചേഴ്സ് സംരംഭങ്ങളൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് അവരുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത്, അതുപോലെ തന്നെ മോഡറേറ്റ് പ്രൈസിൽ അവർക്ക് സാധനങ്ങൾ അവൈലബിൾ ആക്കാനായിട്ടുള്ള പ്രൊവിഷൻസ് ചെയ്തു കൊടുക്കണം. അങ്ങനെ അവരെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാം. സാധാരണ എപ്പോഴും അവരധികം എഡ്യൂക്കേറ്റഡ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത്, അവർ ട്രഡീഷണലായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന കോട്ടേജ് ഇൻഡസ്ട്രീസും ഹാൻഡിക്രാഫ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ എൻകറേജ് ചെയ്യും വേണം. അതിനായിട്ട് എന്തെങ്കിലും ടെക്നിക്കൽ ഗൈഡൻസോ അസിസ്റ്റൻസോ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്തു കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത്, ഇപ്പോൾ കാട്ടിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണെന്നുണ്ടെങ്കിൽ അവരധികം റിസൈഡ് ചെയ്യുന്നത് ഫോറസ്റ്റ് ഏരിയാസിൽ, മൗണ്ടൻസ് ഹിൽസിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഫോറസ്റ്റ് പ്രൊഡ്യൂസാണ് അവർ കൂടുതലായിട്ടും, അവർക്ക് കാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ നിർമ്മാണങ്ങളൊക്കെ നടത്തിയിട്ടാണ് അത് വിറ്റിട്ടാണ് അവർ ഉപജീവനം കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റെയറായിട്ടുള്ള ഫോറസ്റ്റ് പ്രൊഡ്യൂസുകളൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് അവർക്കതിനെ പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ ആഡിക്വറ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് അവർക്ക് ഉറപ്പുവരുത്തണം. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്യുന്നുണ്ട്. ദെൻ അവർക്ക് താമസ സൗകര്യം, ഹൗസിംഗ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുക. ദെൻ അവരുടെ കുട്ടികളിന് അവരുടെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ വുമൺ എംപവറിങ്, അവരിലുള്ള സ്ത്രീകളുടെ ശാക്തീകരണം, ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ SC/ST പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ്റെ കാര്യത്തിൽ ഒരു യുനാനിമിറ്റി ഇല്ല. ചിലപ്പോൾ ഒരു വില്ലേജോ അല്ലെങ്കിൽ ഒരു വില്ലേജിൻ്റെ ഭാഗമൊക്കെ ആയിരിക്കാം. സാധാരണ കേസിൽ ഇവർ ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് ഈ സൊസൈറ്റീസ് രൂപീകരിക്കാറുള്ളത്. അതിനൊരു ജനറൽ റൂളുണ്ട്. ഒരു 500 ഫാമിലിയെങ്കിലും SC/ST കാറ്റഗറിയിൽ പെടുന്ന ഫാമിലീസിലെ 500 ഫാമിലിയെങ്കിലും റിസൈഡ് ചെയ്യുന്ന ഒരു ഏരിയയിൽ അറ്റ്ലീസ്റ്റ് ഒരു സൊസൈറ്റിയെങ്കിലും വേണം എന്നുള്ളതാണ് ഒരു ജനറൽ റൂളായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിലെ മെമ്പർഷിപ്പിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മെമ്പേഴ്സ് ആവാൻ പറ്റുക ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് മാത്രമാണ്. കാരണം അവരുടെ വെൽഫെയർ ആണ് നമ്മളിതിൽ മെയിനായിട്ട് നമ്മളുടെ ഒബ്ജക്റ്റീവായിട്ട് കാണുന്നത്. പിന്നെ പറയുന്നത് അതിൻ്റെ മറ്റുള്ള ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്നാണ്.
അതിൽ പറയുന്നത് SC/ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ബെറ്റർ ആക്കാൻ ആവശ്യമായിട്ടുള്ള സ്കീംസും പ്രോഗ്രാംസും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അവരുടെ നേറ്റീവ് ആയിട്ടുള്ള ഒക്യുപ്പേഷനും ആക്ടിവിറ്റീസിനെയും എൻകറേജ് ചെയ്യുക, അതിൽ അവരെ അസിസ്റ്റ് ചെയ്യുക. ദെൻ അവർക്ക് പുതിയ എന്തെങ്കിലും വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അവർക്ക് മോഡറേറ്റ് പ്രൈസിൽ സാധനങ്ങൾ അവൈലബിൾ ആക്കാനും അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും. ചിലപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അവർ സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് നഷ്ടമായിരിക്കാം സംഭവിക്കുന്നത്, കാരണം പലരും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും അധികം പൈസയൊന്നും കൊടുക്കാതെ. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നുമൊക്കെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ദെൻ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കോട്ടേജ് ഇൻഡസ്ട്രീസ്, ഹാൻഡിക്രാഫ്റ്റ്, ഇതൊക്കെ അവർ ഈ ഫോറസ്റ്റ് പ്രൊഡ്യൂസൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കാം അവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിന് മതിയായിട്ടുള്ള വാല്യൂം കൊടുക്കണം, അതുപോലെ അതിനാവശ്യമായിട്ടുള്ള ടെക്നിക്കൽ ഗൈഡൻസും അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഹൗസിംഗ് അക്കോമഡേഷൻ, താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അവരുടെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ വുമൺ സ്ട്രെങ്തനിങ്, എംപവറിങ് ചെയ്യുക. ഇത്രയാണ് മറ്റു ഒബ്ജക്ട്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി അവരുടെ ഫണ്ട്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സൊസൈറ്റീസിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ കയ്യിൽ നിന്നുള്ള ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ DCBയുടെ കയ്യിൽ നിന്നുള്ള ലോൺസ്, അതുപോലെ പല പേഴ്സണൽ ഫണ്ടുകൾ, മറ്റ് റിസർവ്സ്, ഇതൊക്കെയാണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം, സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ഗവൺമെൻറ് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും 2011 വരെ അവർക്ക് ഈ സൊസൈറ്റീസിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ്, ഷെയർ ക്യാപിറ്റൽ ഗ്രാൻറ്റ് ഫോർ പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, ഇൻട്രസ്റ്റ് സബ്സിഡി ആയിട്ടുള്ള ലോണ്, ഫ്രീ സർവീസ്, ഗവൺമെൻറ് ഓഫീസേഴ്സിൻ്റെ ഫ്രീ സർവീസ്, അതുപോലെ പലതരത്തിലുള്ള ഗ്രാൻറ്റുകൾ, ഇതൊക്കെ ഗവൺമെൻറ് അവർക്ക് കൊടുത്തിരുന്ന അസിസ്റ്റൻസ് ആണ്. ദെൻ അതിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സൊസൈറ്റീസിൻ്റെ മാനേജ്മെൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അവർ ജനറൽ ബോഡിയിൽ നിന്നും എലക്ട് ചെയ്യപ്പെടുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് മാനേജ് ചെയ്യുന്നത്. അത് ഡെമോക്രാറ്റിക് ആണ്. പിന്നെ അതിൽ നിന്ന് പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും ഒക്കെ എലക്ട് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ 25% റിസർവ് ഫണ്ടായിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ KCS ആക്ട് പ്രകാരം ഒരു എഡ്യൂക്കേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബാലൻസ് അവർ ബിൽഡിംഗ് ഫണ്ടിലേക്കും ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, കോമൺ ഗുഡ് ഫണ്ട്, അങ്ങനെ നമ്മുടെ സൊസൈറ്റിയുടെ ബൈലോയിൽ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് ബാലൻസ് എമൗണ്ട് അലോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഫണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സൊസൈറ്റീസിൻ്റെ ഫണ്ട് മെമ്പേഴ്സിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും കയ്യിൽ നിന്നുള്ള ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ DCBയുടെ കയ്യിൽ നിന്നുള്ള ലോൺസ്, പേഴ്സണൽ ഫണ്ടുകൾ, മറ്റ് റിസർവ്സ്, ഇതൊക്കെയാണ് അവരുടെ സോഴ്സ് ഓഫ് ഫണ്ട്. പിന്നെ ഗവൺമെൻറ് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. സ്റ്റേറ്റിൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കും, ഷെയർ ക്യാപിറ്റൽ ഗ്രാൻറ്റ്, ലാൻഡും അതുപോലെ തന്നെ അതിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള ഗ്രാൻറ്റ് കൊടുക്കുന്നുണ്ട്. ലോണാണെങ്കിൽ ഇൻട്രസ്റ്റ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ഓഫീസേഴ്സ് പല ഫ്രീ സർവീസുകളും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് അസിസ്റ്റൻസ് ഈ സൊസൈറ്റീസിന് കിട്ടുന്നുണ്ട്. ദെൻ മാനേജ്മെൻറ്റ് ഡേ ടു ഡേ അഫെയർസൊക്കെ മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അവർ ജനറൽ ബോഡിയിൽ നിന്നും ഇലക്ട് ചെയ്യപ്പെടുന്ന, ഡെമോക്രാറ്റിക്കലി ഇലക്ട് ചെയ്യപ്പെടുന്ന ആളുകളായിരിക്കും. അതിൽ നിന്നും ഒരു പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും ഇലക്ട് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ പറയുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ 25% റിസർവ് ഫണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്യണു. പിന്നെ KCS ആക്ട് പ്രകാരം എഡ്യൂക്കേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് വീണ്ടും ബിൽഡിംഗ് ഫണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, കോമൺ ഗുഡ് ഫണ്ട്, അങ്ങനെ സൊസൈറ്റിയുടെ ബൈലോയിൽ പറയുന്നതിനനുസരിച്ച് അലോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സിനെ പറ്റിയിട്ടാണ്. ഇതൊരു കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ എന്നാണ് അതിൻ്റെ പേര് തന്നെ. അപ്പോൾ നമുക്കറിയാം അതൊരു സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷനാണ്. ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്യുന്നതാണ്. 1981 ഗവൺമെൻറ് അത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. SC/ST പ്രൈമറി കോപ്പറേറ്റീവ്സിൻ്റെ ആക്ടിവിറ്റീസിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്.
പിന്നെ ഈ ഇതിലെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് SC/ST സൊസൈറ്റീസിൽ, നമ്മുടെ സ്റ്റേറ്റിലെ SC/ST സൊസൈറ്റീസും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനും SC/ST ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസൊക്കെയാണ് ഇതിലെ മെമ്പേഴ്സായിട്ട് വരിക. അപ്പോൾ കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ അത് കേരള എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലെവലാണ്, ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ്, 1981 പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് SC/ST പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്ടിവിറ്റീസിനെ ഇഫക്റ്റീവായിട്ട് കോർഡിനേറ്റ് ചെയ്യാം. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. ഇതിൽ മെമ്പർഷിപ്പ് കിട്ടുന്നത് പ്രൈമറി SC/ST സൊസൈറ്റീസ്, നമ്മുടെ കേരളത്തിലെ പ്രൈമറി SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റീസും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് SC/ST ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസുമാണ് ഇതിൽ മെമ്പേഴ്സായിട്ട് ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ ഒബ്ജക്ട്സിനെ പറ്റിയിട്ടാണ്. എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്ട്സ്? ഒബ്ജക്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടു പ്രൊവൈഡ് ലോൺസ് ആൻഡ് അതർ ടൈപ്സ് ഓഫ് ഹെൽപ്പ് ടു അഫിലിയേറ്റഡ് പ്രൈമറി സൊസൈറ്റീസ്. പ്രൈമറി സൊസൈറ്റീസിന്, അതിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രൈമറി സൊസൈറ്റീസിന് ലോൺസ് കൊടുക്കുക, മറ്റെന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റോ മെറ്റീരിയൽസ്, ടൂൾസ് ആൻഡ് മെഷീനറീസ് ഇതൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് പ്രൊക്യൂർ ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിൻ്റെ മെമ്പേഴ്സിന് അത് കളക്ട് ചെയ്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് കളക്ഷൻ ഓഫ് വേരിയസ് പ്രൊഡ്യൂസ് ടു സെൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. സെയിൽ ചെയ്യാനായിട്ട് പലതരത്തിലുള്ള സാധനങ്ങളും കളക്ട് ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ പലതരത്തിലുള്ള വെൽഫെയർ സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഫോസ്റ്റർ കോട്ടേജ് ആൻഡ് ട്രഡീഷണൽ ആക്ടിവിറ്റീസ്. നമുക്കറിയാം SC/ST കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് അവർ ട്രഡീഷണലായിട്ട് പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്നൊരു തൊഴിൽ തന്നെയാണ് മിക്കവരും ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ അങ്ങനെയുള്ള തൊഴിലുകളിനൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനുവേണ്ട സപ്പോർട്ട് കൊടുക്കുക. ദെൻ SC/ST ഡിവിഷൻസിൻ്റെ വെൽഫെയർ ഉറപ്പുവരുത്തുക. അതുപോലെ പറയുന്നത് അവർക്ക് എഡ്യൂക്കേഷനും അവയർനെസ്സും പ്രൊവൈഡ് ചെയ്യുക. ഇത്രയാണ് മെയിനായിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് അതിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രൈമറി സൊസൈറ്റീസിന് ലോൺസും അതുപോലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അവർക്ക് റോ മെറ്റീരിയൽസും ടൂൾസ് ആൻഡ് മെഷീനറീസും ഒക്കെ പ്രൊക്യൂർ ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സഹായങ്ങൾ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് സെയിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊഡ്യൂസുകൾ കളക്ട് ചെയ്ത് അത് സെയിൽ ചെയ്യാനായിട്ട് സഹായിക്കുക. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് വെൽഫെയർ സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അവരുടെ ട്രഡീഷണൽ ആക്ടിവിറ്റീസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ ഫോസ്റ്റർ ചെയ്യുക. ദെൻ SC/ST ഡിവിഷൻസിന് വെൽഫെയർ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് എഡ്യൂക്കേഷൻ അവയർനെസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ അതിൽ പറയാൻ പോകുന്നത് അവരുടെ സോഴ്സസ് ഓഫ് ഫണ്ട് ഏതൊക്കെയാണെന്നാണ്. എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ സൊസൈറ്റീസിന് ഫണ്ട് വരുന്നത്? സോഴ്സസ് ഓഫ് ഫണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റൽ, ഡെപ്പോസിറ്റ്, ലോൺ കോൺട്രിബ്യൂഷൻ, ഗ്രാൻഡ്, സബ്സിഡി, റിസർവ് ഫണ്ട്. സാധാരണ എല്ലാ സൊസൈറ്റീസിൻ്റെയും സോഴ്സസ് ഓഫ് ഫണ്ട് പറയുന്ന പോലെ തന്നെയാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അതിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. മാനേജ്മെൻറ്റ് നടത്തുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അതിലിനി ഏതൊക്കെ മെമ്പേഴ്സാണ് വരിക എന്നുള്ളതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. കോർപ്പറേഷൻ്റെ സെക്രട്ടറി, ദെൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ ഉണ്ടായിരിക്കും, ട്രൈബൽ വെൽഫെയറിൻ്റെ ഡയറക്ടർ ഉണ്ടായിരിക്കും, ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ ഉണ്ടായിരിക്കും, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രജിസ്ട്രാർ, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫ് കൺസർവേറ്റർ, ദെൻ SC/ST കോപ്പറേറ്റീവ്സ്, ഒരു ഡിസ്ട്രിക്റ്റിലെ SC/ST കോപ്പറേറ്റീവിൽ നിന്നുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ്, ദെൻ MD. ഇത്രയും പേരാണ് അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉണ്ടാവുക.